നമ്മുടെ കോഴിക്കോട് പഴയ ഹൈലൈറ്റ് ജംഗ്ഷനും അതുപോലെ പുതിയ ഹൈലൈറ്റ് ജംഗ്ഷനും അങ്ങനെ അടിപൊളി മാറ്റമല്ല നമ്മൾ എൻ.എച്ച്. 66 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഹൈലൈറ്റ് മാൾ ജംഗ്ഷൻ്റെ അടുത്താട്ടുള്ളത്. ഹൈലൈറ്റ് മാൾ ജംഗ്ഷൻ്റെ കാഴ്ചകളും ഇപ്പോൾ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കണ്ടില്ലേ. അപ്പം നമ്മളെ പഴയ ഹൈലൈറ്റ് ആ ജംഗ്ഷനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് നമ്മൾ ഈ വീഡിയോൻ്റെ അടുത്ത് ഒപ്പരം ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഹൈലൈറ്റ് മാൾ ജംഗ്ഷൻ്റെ അടുത്തുള്ള കാഴ്ചകളും അതുപോലെ മെട്രോൻ്റെ ആ ഭാഗത്തുകളും പഴയ റോഡുകളെല്ലാം മൊത്തത്തിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോണ്ടോ ഇവിടെയുള്ള വർക്കുകൾ മൊത്തം ഫിനിഷിംഗ് ആണ്. പെയിൻറ്റിങ് വരെ കഴിഞ്ഞു, ഫുള്ള് വർക്ക് ഫിനിഷായ നമ്മളെ ഹൈലൈറ്റ് ബ്രിഡ്ജ്. ഇനി നമ്മുടെ ഈ ലൈറ്റ് കത്തുന്നതും കാത്തിരിക്കുക കേട്ടോ. അവിടെ ലൈറ്റും കൂടി കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം പൊളിയായി. എല്ലാ വർക്കും ഫിനിഷിങ്, പെയിൻ്റ് അടിച്ചിട്ട് എന്താ രസമല്ലേ. ഇപ്പം എന്തായാലും ഇവിടെ യാത്ര ഉഷാറായിട്ട് ഇങ്ങനെ ജംഗ്ഷനിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു അല്ലേ. അതൊക്കെ കൂടി ഒന്നല്ലാതായി. ഇപ്പം ബ്ലോക്കും ഇല്ല, ഒന്നുമില്ല. ആളുകൾ സുഖമായിട്ട് എങ്ങനെ പോകട്ടെ. അപ്പം അവിടെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈലൈറ്റ് മാളിൽ നിന്ന് വന്ന് പോകുന്ന ആളുകൾക്ക് പോകാനുള്ള വഴികൾ, അതുപോലെ ഹൈലൈറ്റിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ആ ഭാഗത്തുനിന്ന് സർവീസ് റോഡിലേക്ക് കയറിയതിന് ശേഷം ഹൈലൈറ്റ് മാളിലേക്ക് വരാം കേട്ടോ. അത് അതിലേ അങ്ങനെ കയറിപ്പോകാം. എന്തായാലും വാഹനങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെയുള്ള വർക്കുകളൊക്കെ നടക്കുന്ന കാഴ്ചകൾ നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ പിയർ വർക്കുകൾ, പൈലിംഗ് വർക്കുകളൊക്കെ ഉള്ളത്, അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ഇതിൽ വെക്കുന്നുണ്ട്. പഴയ കാഴ്ചകളാണല്ലോ. അപ്പം എല്ലാവരും ഉഷാറായിട്ട് കണ്ടാളി. ആ ഒരു നൊസ്റ്റാൾജിക് മൂഡ്. ഇത് നമ്മുടെ ടൗണിന് ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡ്. ഇതിലേ എങ്ങനെ പോയിട്ട് അതിലേ അങ്ങോട്ട് കയറുക. ഇതിലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വാഹനം സുപരിചിതമായിട്ടോ, അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നില്ല. ഇപ്പം നമ്മൾ പണ്ട് ഇവിടെ നിന്നാട്ടോ വയലിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോകൾ എടുത്തിരുന്നത്. എന്തായാലേ ബ്രിഡ്ജ് ഉഷാറായിട്ട് ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട് കേട്ടോ. നമ്മുടെ അപ്രോച്ച് റോഡ് അടക്കം 1 കിലോമീറ്റർ നീളത്തിലുള്ള ബ്രിഡ്ജാണ്. എന്തായാലും എത്ര റിസ്ക് പിടിച്ചൊരു വർക്ക് വേറെ ഇല്ലായിരുന്നു കേട്ടോ KAMCൻ്റെ വർക്കിൽ. അതെന്തായാലും അവർ ഫിനിഷ് ചെയ്തു. 2-3 കൊല്ലം, 2-2.5 കൊല്ലം ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടി യാത്രയിലൊക്കെ. ഇപ്പം അതൊക്കെ മാറി. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ പിന്നീട് ശരിയാവുമെന്ന് പറഞ്ഞത് വളരെ ശരിയല്ലേ. എന്തായാലും ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ ചോട്ടിൽ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇതിൻ്റെ ചോട്ടിലാക്കിയോ. ഒരുപാട് സ്പേസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയും ഇവിടെയൊക്കെ ഇനിയും ഒരുപാട് സ്പേസ് എടുക്കട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാനൊക്കെ ഭാവിയിൽ നല്ലൊരു ഉപയോഗത്തിലേക്കാക്കി മാറ്റിയെടുക്കുക ഇതിൻ്റെ അടിയിലുള്ള ഭാഗങ്ങളൊക്കെ. അതാണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഗുണം. അതാണ് നമ്മുടെ മണ്ണിട്ട് നിരത്തിക്കൊണ്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ലല്ലോ. അടിയിലൊന്നും ഉപയോഗിക്കാനില്ല. ഇതാകുമ്പോൾ അടിഭാഗമൊക്കെ ഫുള്ള് യൂസ് ചെയ്യുക, മുകളിൽ കൂടി എങ്ങനെ അവിടെ പോയിക്കോളും. എന്തായാലും നമ്മുടെ കാസർഗോഡ് ബ്രിഡ്ജ് അതിനെക്കാളും ബെറ്ററാണ്. ഒറ്റ പിയറേ ഉള്ളൂ, ഒറ്റ പിയറിൻ്റെ ഉള്ളതാണ് 6 വരിപ്പാത. ഇതിപ്പോൾ 2 പിയർ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നിന്ന് എടുത്തൊരു വിഷ്വൽസ് ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ വന്ന മാറ്റം കണ്ടോ. ഇവിടെ വലിയൊരു RE ബ്ലോക്കിൻ്റെ കെട്ടൊക്കെ വന്ന്. അപ്പോൾ അതങ്ങോട്ട് കാണാൻ പറ്റാത്ത ഇവിടെ നമ്മുടെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഉണ്ടല്ലോ. നല്ലൊരു തോട് ഇതിലേ പോകുന്നുണ്ട്. അതിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയില്ലേ. ഫുള്ള് ഫിനിഷായി അടിപൊളിയായിട്ട്. ഇതാട്ടാ നമ്മുടെ RE ബ്ലോക്കിൻ്റെ വർക്ക്. RE ബ്ലോക്കിൻ്റെ വർക്ക് ഈ മഴ, കഴിഞ്ഞ മഴ ഇത് കൊണ്ടില്ല, ഈ മഴ ഒരുപാട് കൊണ്ടു. നമുക്ക് നോക്കാട്ടോ. എനിക്കല്ല വിശ്വാസമുള്ളൊരു കെട്ടാണിത്. പിന്നെ തള്ളലൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്, ചിലപ്പം പറയാൻ പറ്റില്ല. നോക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ ജംഗ്ഷൻ പൊളിയായില്ലേ. ഹൈലൈറ്റ് ജംഗ്ഷനും പൊളിയായി, അതുപോലെ നമ്മുടെ 6 വരിപ്പാതയും പൊളിയായി, സെറ്റപ്പായി. ഇനി ഇതൊക്കെ അതിൻ്റെ രാത്രി വിഷ്വൽസ് കിട്ടണം കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ആ വിഷ്വൽസ് കൊണ്ട് ലൈറ്റ് കത്തിക്കുന്ന സമയത്ത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ വന്ന് ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. കമൻറ്റ് ഇട്ടാൽ അപ്പം ഞാൻ കാണും, അപ്പം ഞാൻ ഓടി വരും. അടിപൊളി വീഡിയോ നമുക്ക് തയ്യാറാക്കണം. ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടില്ലേ, സെറ്റപ്പ്. അടിയിലൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞാട്ടോ. ഫുള്ള് സൈഡൊക്കെ ചെറിയ ബാരിയറൊക്കെ വെച്ച് ഒക്കെ ഉഷാറാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒക്കെ വേണ്ട മാതിരി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പാറ പൊട്ടിച്ച ഏരിയയിലേക്ക് എത്തിയിട്ടോ. ഈ ഏരിയയിൽ ഇതാ അവിടെ നെയിം ബോർഡിനുള്ള ആ ഒരു കാല് കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്.
ഇപ്പം നമ്മുടെ ഇവിടുത്തെ പഴയ വിഷ്വൽസ്, നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വീഡിയോ ഒക്കെ ഫുള്ള് അവസാനത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണ്. എന്നാലും നമ്മുടെ പഴയ കാഴ്ചകൾ കൂടി കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആകുമ്പോൾ പഴയത് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഒക്കെ മാഞ്ഞു പോയില്ലേ പഴയ റോഡുകളും കാഴ്ചകളൊക്കെ. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാട്ടോ. ഇപ്പോൾ നമ്മൾ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ഇനി കാര്യമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ. സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതെന്തെങ്കിലും ലേറ്റാണെന്ന് അറിയില്ല. നമ്മുടെ KMC ബാക്കിയുള്ള 6 വരിപ്പാതൻ്റെ വർക്ക് പെട്ടെന്ന് തീർത്തിട്ട് അത് കഴിഞ്ഞിട്ട് സർവീസ് റോഡിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. കുറേ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ഒന്നും ആകാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ചെയ്യുമായിരിക്കും. കുറേ ഭാഗത്തൊന്നുമില്ല, ചെറിയ ഭാഗത്ത്. ബാക്കിയുള്ള ചില്ലറ വർക്കുകളൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. എന്തോ ഈ മാസം ലാസ്റ്റിലേക്ക് ഫിനിഷ് ആകുമോ അങ്ങനെ ഒരു ന്യൂസ് കേട്ടോട്ടോ. അതിനെന്താ സത്യം ഉണ്ടോ? ഇവിടെയൊക്കെ ഒരു കാട് പിടിച്ച ഏരിയ ആയിരുന്നു. ഇതൊക്കെ ഇനി എടുത്ത് ഒഴിവാക്കി ഇവിടെ ഇനി ബിൽഡിങ് വരാനുള്ളതായിരിക്കും. അങ്ങനെയുണ്ട്, മാറ്റം ഉഷാറല്ലേ? അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റിൻ്റെ പഴയ കാഴ്ചയും പുതിയ കാഴ്ചയും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. നല്ല മഴ പെയ്തു.